ജനുവരി 22-നാണ് അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ. എന്നാൽ അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങിയ കർസേവകരെ യു.പിയിലെ അന്നത്തെ മുഖ്യമന്ത്രി മുലായം സിംഗിന്റെ പോലീസ് നേരിട്ടതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അലിഗർ ജില്ലയിൽ കർസേവകരെ ജയിലിലടച്ചതിന് ശേഷം വിട്ടയക്കുമ്പോൾ നൽകിയ റിലീസ് സർട്ടിഫിക്കറ്റിൽ ചെയ്ത കുറ്റം രാമഭക്തി എന്നാണ് കാണിച്ചിരിക്കുന്നത്. മനോജ് കുമാർ എന്നയാളുടെ ജയിൽ സർട്ടിഫിക്കറ്റിൽ 1990 ഒക്ടോബർ 28 മുതൽ നവംബർ 8 വരെ ജയിലിൽ കിടന്നതായും കുറ്റം 107, 116 രാമഭക്തി എന്നുമാണ് എഴുതിയിരിക്കുന്നത്. ക്രിമിനൽ നടപടിക്രമം 107, 116 വകുപ്പുകൾ അനുസരിച്ച് ഒരാളെ ജയിലിൽ അടയ്ക്കാൻ കഴിയില്ല. രാമഭക്തി എന്ന പേരിൽ കുറ്റം ചാർത്തി ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയില്ലെന്നും ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ തീരുമാനമായിരിക്കാമെന്നും യു.പിയിലെ ഒരു പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. അതേസമയം 33 വർഷം കഴിഞ്ഞെങ്കിലും അന്നത്തെ നടപടിയെ ഇപ്പോഴും ചോദ്യം ചെയ്യാമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്.